കുഞ്ഞ് ചാലഞ്ചിങ് പോയിന്റ് ഉണ്ടായിരുന്ന ഒരു വെഡ്ഡിംഗ് വർക്ക് ആയിരുന്നു ഇത്. ഹായ്, ഗ്രൂം അരവിന്ദ് ആൻഡ് ബ്രൈഡ് ഗ്രീഷ്മ. ചേച്ചി ഫ്രം ട്രിവാൻഡ്രം, ചേട്ടൻ ഫ്രം ഇരിഞ്ഞാലക്കുട. ചേട്ടൻ ധോത്തിയും കുർത്തയായിരുന്നു പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേട്ടന് ഒരുപാട് ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ടുള്ള വർക്ക് മതിയായിരുന്നു. പക്ഷേ നമുക്ക് ധോത്തി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗോൾഡൻ സിൽവർ ഷെയ്ഡ് വരുന്ന ഡബിൾ ബോർഡർ ഡീറ്റെയിലിംഗ് ഉള്ള ധോത്തിയായിരുന്നു. ധോത്തിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലമെൻറ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മാക്സിമം കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുർത്തയിലേക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരുപാട് ലൗഡ് ആവാതെ ചേട്ടന് ഇഷ്ടപ്പെട്ട രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾ ഗോൾഡൻ സിൽവർ കോമ്പിനേഷനിലുള്ള സർദോസി വർക്കും കട്ട് ബീഡൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുർത്തയിലെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി ചേച്ചിക്ക് 2 ഔട്ട്ഫിറ്റാണ് ഉണ്ടായിരുന്നത്. രണ്ടും സാരി ലുക്ക് തന്നെയായിരുന്നു. ഇനിയാണ് ചലഞ്ചിങ് പോയിന്റ്. ചേച്ചി വെഡ്ഡിങ് ഡേയുടെ തലേദിവസമാണ് നാട്ടിലെത്തുള്ളൂ, അതും ഉച്ചയ്ക്ക്. അന്ന് തന്നെയാണ് അവരുടെ ഹൽദിയും വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ഡേ ഇല്ല. ചേച്ചിയുടെ ബിഗ് ഡേയിൽ ചേച്ചി എങ്ങനെ പ്രസൻറ്റബിൾ ആകണം എന്നുള്ള ക്ലിയർ ഐഡിയ ചേച്ചിയുടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ റിക്വയർമെൻറ്റ്സ് നമ്മളെല്ലാം കേട്ടിട്ട് അതിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ആ വർക്ക് ഫിനിഷ് ചെയ്തെടുത്തത്. വെഡ്ഡിങ്ങിൻ്റെ തലേദിവസം ചേച്ചി കൃത്യസമയത്തിന് എത്തി ട്രയൽ കൊടുത്തു ചേച്ചിക്ക്. നമ്മൾ ടെൻഷൻ അടിച്ച പോലെ വലിയ മാരക പ്രശ്നങ്ങളോ ഫിറ്റിംഗ് പ്രോബ്ലംസോ ഒന്നുമില്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഇനി ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഭയങ്കര കൂളായിട്ടുള്ള 2 വ്യക്തികളായിരുന്നു ചേട്ടനും ചേച്ചിയും. ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഏറ്റവും വലിയ ടെൻഷനാണ് അവരുടെ അന്നത്തെ ദിവസത്തെ ഔട്ട്ഫിറ്റ്. പക്ഷെ അവർ ആ ഔട്ട്ഫിറ്റിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ച് അവർ ഫ്രീ ആവുക ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്.